ഹലോ നമസ്കാരം. രഞ്ജിത്ത്. 1937 ഗംഗാംബിഷൻ അഗർവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ സ്വീറ്റ് ഷോപ്പ് ആരംഭിക്കുന്നത്. അയാൾക്ക് വലിയ നിർബന്ധമായിരുന്നു ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രുചിയിൽ സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കണമെന്ന്. ആ നിർബന്ധം അദ്ദേഹത്തിൻ്റെ പുതിയ തലമുറകളിലേക്കും പകർന്നുകൊണ്ടേയിരുന്നു. 1960 ആയപ്പോഴേക്കും ആ ഷോപ്പ് കുറേ കൂടിയൊക്കെ വലുതായി. പുതിയ തലമുറ കാര്യങ്ങൾ ഏറ്റെടുത്തു. അവർ ഇതിനെ കുറച്ചുകൂടി വലുതാക്കാൻ തീരുമാനിച്ചു. അവർ തങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റുള്ള ഷോപ്പുകളിലേക്കും എത്തിക്കാൻ ആരംഭിച്ചു. അവർ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ക്വാളിറ്റിയുള്ള സ്വീറ്റ്സ്, ഇത്രയും ക്വാളിറ്റിയുള്ള സ്നാക്സ് അവർ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. അവർ മറ്റുള്ളവരോട് പറഞ്ഞു. വീണ്ടും കൂടുതൽ ഷോപ്പുകളിലേക്ക് ആ സാധനം എത്തി. അത് വളർന്നു വലുതായി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹാൽദിറാംസ് എന്ന മനോഹരമായ ആ ബ്രാൻഡ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഹാൽദിറാംസ് ഇത്രയും കാലം ഈ മാർക്കറ്റ് കീഴടക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഏതൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും വിജയത്തിനു പിന്നിൽ യാതൊരു സംശയവുമില്ല, അതിൻ്റെ ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും പ്രധാനമാണ്. ക്വാളിറ്റി ഇൻ ടേസ്റ്റാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഏതൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും ഒരു ടേസ്റ്റ് നമ്മുടെ നാവിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പരക്കം പായുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹാൽദിറാംസിൻ്റെ സ്നാക്സ് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഹാൽദിറാംസ് എന്ന് അന്വേഷിച്ച് നമ്മൾ പിന്നാലെ പോകുന്ന അവസ്ഥയാണ്. സ്ഥിരമായി കൃത്യമായ പ്രോസസ്സുകൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് കൃത്യമായ SOPs വെച്ചുകൊണ്ട് കൺസിസ്റ്റൻ്റായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഹാൽദിറാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. പലപ്പോഴും ഇൻഗ്രീഡിയൻസ് കുറച്ച് മോശമായ സാധനങ്ങൾ ഉപയോഗിച്ചാലും പലരും അറിയില്ലല്ലോ എന്നുള്ള ധാരണയിൽ ഫുഡ് ഉണ്ടാക്കുന്ന പല ആളുകളും ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം തന്നെ ഔട്ട്പുട്ടിനെ ബാധിക്കുമെന്നുള്ള സത്യം അവർ തിരിച്ചറിയാറില്ല. പക്ഷേ ഹാൽദിറാംസ് ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ആദ്യത്തെ വിജയരഹസ്യം. അടുത്ത കാരണം അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ച് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചുകൊണ്ട് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് മാത്രമല്ല ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് അവർ ഓരോ വെറൈറ്റികൾ ഇറക്കി തുടങ്ങി. നാഗ്പൂരിലെത്തുമ്പോൾ നാഗ്പൂർ വെറൈറ്റിയും ഹൈദരാബാദിലെത്തുമ്പോൾ ഹൈദരാബാദ് വെറൈറ്റിയും ഹാൽദിറാംസ് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോക്കൽ പ്രിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജിയുടെ സാധ്യതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് റേഞ്ചിലേക്ക് ഹാൽദിറാംസ് കാലെടുത്ത് വെച്ചു. ഒപ്പം ഇപ്പോൾ റെഡി ടു ഈറ്റിൻ്റെ കാലമാണെങ്കിൽ റെഡി ടു ഈറ്റിലേക്ക്, റെഡി ടു കുക്കിൻ്റെ കാലമാണെങ്കിൽ റെഡി ടു കുക്കിലേക്ക് ഒക്കെ ഹാൽദിറാംസ് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച് അതിലേക്ക് ഇറങ്ങാൻ എന്നും ഹാൽദിറാംസ് തയ്യാറായിരുന്നു എന്നുള്ളത് അവരുടെ വിജയത്തിൻ്റെ അടിവരയിട്ട് പറയേണ്ട പ്രത്യേകതയാണ്. അടുത്ത ഒരു പ്രത്യേകത അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും തന്നെയാണ്. ഒരു FMCG പ്രൊഡക്റ്റിന് തീർച്ചയായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ശക്തമായ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും കൃത്യമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ഹാൽദിറാംസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും ഹാൽദിറാംസിൻ്റെ ബ്രാൻഡിങ്ങിൽ അവരുടെ ഹൈജീനിന് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രീമിയം ബ്രാൻഡായി അവർക്ക് സ്വന്തമായി പ്ലേസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ പൊസിഷനിങ് വളരെ കൃത്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണക്കാരൻ മുതൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കസ്റ്റമർ വരെ മേടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിശക്തമായ ഒരു പൊസിഷനിങ് ബ്രാൻഡിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ ഹാൽദിറാമിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. ഏറ്റവും അവസാനമായി അവരുടെ ഫാമിലി ട്രഡീഷനും അവരുടെ ലെഗസിയും ഒക്കെ തന്നെയാണ്. പലപ്പോഴും ഒരു ബ്രാൻഡ് വളരെ സ്ട്രോങ് ആവുന്നത് അവരുടെ സ്റ്റോറി വളരെ സ്ട്രോങ് ആവുമ്പോഴാണ്. അവരുടെ ഒരു ബാക്ക് എൻഡ് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ശക്തമായ ഒരു റിയൽ സ്റ്റോറി ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ 1937 രാജസ്ഥാനിലെ ബിക്കാനീറിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഷോപ്പിൻ്റെ സ്റ്റോറി, അവരുടെ ഓരോ പടവുകളും വെച്ച് കയറിയ ആ കഥ, കൃത്യമായി അവർ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കൊടുക്കുകയും ആളുകളെ സെർവ് ചെയ്യുകയും ചെയ്ത ആ കഥ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരിലേക്ക് സത്യത്തിൻ്റെ ഒരു വലിയ പ്രകാശം കടത്തിവിടുന്ന ആ ഒരു സ്റ്റോറി നമ്മളെ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഇൻസ്പിറേഷനുകൾ, മോട്ടിവേഷനുകൾ ബൈയിങ്ങിന് ഒരു പ്രചോദനമാകാറുണ്ട് എന്നുള്ളത് കൂടി സത്യമാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാവുകയും സ്ഥിരമായി നമ്മൾ വിസിബിൾ ആവുകയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ലഭിക്കുകയും കൃത്യമായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഭംഗിയുള്ള പാക്കേജിൽ സാധനം കിട്ടുകയും എന്നാൽ ആ സാധനം എടുത്ത് രുചി
രുചിച്ചു നോക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര മനോഹരമായ ഒരു രുചിയുടെ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതു ബ്രാൻഡും സക്സസ്ഫുൾ ആവും. അതുതന്നെയാണ് ഹൽദിറാമിനും സംഭവിച്ചത്. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം, പക്ഷേ വളരെ ശക്തമായ മൂല്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് കാലങ്ങളോളം അതിനുവേണ്ടി പൊരുതണമെന്ന് മാത്രം. റെഡിയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാം. ഞങ്ങൾക്ക് ഒരു മനോഹരമായ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ പേര് BBD എന്നാണ്, ബിഗ് ബില്യൺ ഡെസ്റ്റിനി. ഒരു $1 ബില്യൺ വാല്യുവേഷനുള്ള ഒരു ബ്രാൻഡാക്കി നിങ്ങളുടെ ബ്രാൻഡിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരമൊരു പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആദ്യ ബാച്ച് കഴിയുകയും അതിൽ നിന്ന് ഏകദേശം 10ഓളം മനോഹരങ്ങളായ ബ്രാൻഡുകളെ ഞങ്ങൾ പടുത്തുയർത്തുകയും ചെയ്തു. ഞങ്ങളെ സമീപിച്ച ആ ബ്രാൻഡുകളുടെ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന പല ബ്രാൻഡുകളും ഇത്തരം BBD പ്രോഗ്രാമുകളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ 2ാം ബാച്ച് ഫെബ്രുവരിയിൽ ആരംഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രാൻഡിനെ കുറിച്ച്, നിങ്ങളുടെ സ്വന്തം ഒരു ബ്രാൻഡിനെ കുറിച്ച് അതിശക്തമായ ഒരു ആംബിഷൻ ഉണ്ടെങ്കിൽ, ഏതറ്റം വരെയും പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ BBD നിങ്ങൾക്കുള്ളതാണ്. അടുത്ത ഒരു ബ്രാൻഡ്, ലോകം കാണുന്ന അടുത്ത ഒരു ബ്രാൻഡ് നിങ്ങളുടേതാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.